അഹ്കാമുൻ നദറി ഇലൽ മുഹറമാത്ത് എന്നുള്ള കിതാബ് ഹിജറ 530 അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ രചിച്ചതാണ്. അൽ ഹാഫിദ് അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഹബീബ് അൽ ആമിരി റഹ്മത്തുള്ളാഹി രചിച്ച കിതാബാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള അഖീദ ഇങ്ങനെ തുടർന്നു വരികയാണ്. വിസ്റ്റത്തിന്റെ നേതാവ് ഫൈസൽ മൗലവി എന്നവർ സ്റ്റേജിൽ നിന്ന് പറയുകയാണ്, എന്താണ് ഇപ്പൊ നമ്മുടെ സഹോദരന്റെ ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ നമ്മളും ആ പെണ്ണുമായി ഒറ്റയ്ക്കാവുന്നതിന് പ്രശ്നം എന്നാ പറഞ്ഞത്. അത് കേരളത്തിലെ മുസ്ലിം സമൂഹം മുഴുവൻ കേട്ടതാണ്. എന്താ പറഞ്ഞത്? അപ്പൊ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനിയനും ഒന്നിച്ച് താമസിക്കുന്നു, രണ്ടുപേരുടെയും ഭാര്യമാരുണ്ട്. ചിലപ്പോൾ ജ്യേഷ്ഠന്റെ ഭാര്യ വിരുന്നു പോവും, അതേപോലെ അനിയൻ വീട്ടിൽ വരുമ്പോൾ ജ്യേഷ്ഠൻ ഉണ്ടാവില്ല. അപ്പൊ അനിയനും ജ്യേഷ്ഠന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഓളം ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലെ സംവിധാനം പറ്റി പറയുന്നത് നമുക്ക് അല്ല പറഞ്ഞു കണ്ടതാത്രം നമ്മളും നമ്മുടെ സഹോദരന്റെ ഭാര്യയും വീടിന് ഒറ്റയ്ക്കായാൽ ഒരു പ്രശ്നം. ഇത് നിഷ്ക്രിയരായി നിസ്സംഗതയോടെ നോക്കുന്ന ആളുകളാ പറയുന്നത് നമ്മുടെ സലഫികളാണ്. ഈ കിതാബിൽ അദ്ദേഹം അതേ മസല എടുത്ത് കൊടുക്കുന്നത്. നമ്മുടെ സഹോദരന്റെ ഭാര്യയും വീട് ഒറ്റയ്ക്കാവാൻ പറ്റുമോ? അതേ മസല ഇത് അദ്ദേഹം പറയുകയാണ്. ഇമാം അൽ അമീരി റഹ്മത്തുള്ളാഹി തആല ഈ കിതാബിൽ പറയുകയാണ്, വറുബ്ബമാ തസാമഹ ബഅദുൽ ജുഹാൽ എന്നാ പറയുന്നത്. ജാഹിലീങ്ങൾ, വിഡ്ഢികളായ ചില ആളുകൾ അവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യും. വിഡ്ഢികളായ ചില ആളുകൾ വലിയ പണ്ഡിതനെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേജിൽ നിന്ന് ഇസ്ലാമിന്റെ പേരിൽ സലഫിയത്തിന്റെ പേരിൽ ഇത് അവർക്ക് അവതരിപ്പിക്കുന്നത്. ഇസ്ലാമും സലഫിയത്തുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചത് ഇസ്ലാം തന്നെയാണ് സലഫിയത്ത്, സലഫിയത്ത് തന്നെയാണ് ഇസ്ലാം. ഞാൻ പറഞ്ഞത് മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും പോലും ഇത് പറയില്ല, പിന്നെ സലഫികൾ. ഒരു മുസ്ലിം തന്നെ ഇത് പറയാത്ത സംഗതികളാണ് ഈ സ്ത്രീകളെ രാഷ്ട്രീയത്തിൽ ഇറക്കുന്നതും ഇഖ്തിലാത്തും ആണും പെണ്ണും കൂടിക്കലരും പറ്റേ പാടില്ല എന്ന് ഇസ്ലാം എത്രയോ കാലം കൊണ്ട് ഇമാമിങ്ങൾ കിതാബ് എഴുതി വിരോധിച്ച കാര്യങ്ങൾ. അതിനു മുമ്പ് ഖുർആനിലും സുന്നത്തിലും ഒക്കെ വന്ന കാര്യങ്ങളാണ്. ആണും പെണ്ണും കൂടിക്കലരാൻ പാടില്ല. ആ തീയും പെട്രോളും പോലെയാണ്, വളരെ ഡേഞ്ചറാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് ആണും പെണ്ണും കൂടിക്കലരില്ല. അപ്പൊ ഇദ്ദേഹം ഫൈസൽ മൗലവി എന്താ പറഞ്ഞത്? അതിനു മുമ്പ് ഉമർ മൗലവിയോട് നമ്മൾ വായിച്ചു. അത് നമ്മളും നമ്മുടെ ഭാര്യയുടെ സഹോദരന്റെ ഭാര്യ, നമ്മളും നമ്മുടെ സഹോദരന്റെ ഭാര്യയും കൂടി വീട്ടിൽ ഒറ്റയ്ക്കായാലും പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് റുബ്ബമാ തസാമഹ ബഅദുൽ ജുഹാലി മിനൽ അവാമി ഫീ നദറിൽ അഖി ഇലാ സൗജതി അഖീഹി. ചില ആളുകൾ വിഡ്ഢികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭാര്യയുടെ സഹോദരന്റെ ഭാര്യയിലേക്ക് നോക്കുന്നുണ്ട്. അത് ചെയ്യുന്ന വിഡ്ഢികളാണെന്നാ പറഞ്ഞത്. സഹോദരന്റെ ഭാര്യയിലേക്ക് നോക്കൽ അത് വിഡ്ഢികൾ ചെയ്യുന്ന പരിപാടിയാണ്. വൽ മർഅതു തൻദുറു ഇലാ സൗജി ഉഖ്തിഹ. അതുപോലെ തന്നെ പെണ്ണ് തന്റെ സഹോദരിയുടെ ഭർത്താവിലേക്ക് നോക്കുക. പിന്നെ അദ്ദേഹം പറയുകയാണ്, ലാസിയമായി ഇജ്തമഉ ഫീ മൻസിലിൻ വാഹിദിൻ, പ്രത്യേകിച്ച് ഒരൊറ്റ വീട്ടിലാണെങ്കിൽ വറുബ്ബമാ ഖലാ കുല്ലു വാഹിദിൻ മിനൽ അഖവൈനി ബി സൗജത്തിൽ ആഖരി ഫീ ഗൈബതിഹി. ചിലപ്പോൾ എന്താകും, ഒരു പെണ്ണ് അവളുടെ സഹോദരിയുടെ ഭർത്താവുമായി വീട്ടിലെ ഒറ്റയ്ക്കാവും. നമ്മുടെ ഇല്ലെങ്കിൽ ഒരുവൻ അവന്റെ സഹോദരന്റെ ഭാര്യയുമായി വീട്ടിൽ ഒറ്റയ്ക്കാകും. ഇതെന്താന്നാ പറയുന്നത്? വകുല്ലു ദാലിക മുഹറമുൻ മംനൂഉൻ ശറഅ ലാ യുസീബുഹു മദ്ഹബുൻ. ഒരു മദ്ഹബിൽ ഇത് അനുവദനീയമല്ല, ഇത് ശറഇൽ ഹറാമാണ് എന്ന് പറഞ്ഞ കാര്യത്തിന് ഇസ്ലാമിന്റെ വേദിയിൽ സലഫിയത്തിന്റെ പേരിൽ കെട്ടിയ വേദിയിൽ നിന്ന് ഈ ഹറാമിനെ ഹലാലാക്കി കൊടുക്കാൻ ജനങ്ങൾ. ഇതൊക്കെയാണോ സലഫിയത്ത്? ഇവരെയൊക്കെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കൈ കിട്ടി എന്തായിരിക്കും പറയാ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് പറയും ഫൈസൽ മൗലവി ഒരുപാട് തൗഹീദിന് വേണ്ടി വാദപ്രതിവാദങ്ങൾ നടത്തിയ വ്യക്തിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇതിപ്പോ കിട്ടിയ എന്തായിരിക്കും പറയാ? ഈ അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിട്ടി, ഇമാം അഹമ്മദിന്റെ കിട്ടി എന്തായിരിക്കും? അതൊന്നും കുഴപ്പമില്ല, അതെന്ന് പറയോ? അതൊന്നും വിഷയമില്ല എന്ന് പറയോ? ഈ ഇമാമി കിതാബിന്റെ അവസാനത്തിൽ പറയുകയാണ്, സുമ്മഖദ് ഇത്തഫഖത്ത് ഉലമാഉൽ ഉമ്മത്തി അന്ന മൻ അത്തഖദ ഹില്ല ഹാദിഹിൽ മഹ്ദൂറാത്ത്. ഇപ്പൊ ഇതേ ഹറാമാണെന്ന് പറഞ്ഞ സംഗതികളുണ്ടല്ലോ, ഈ ഹറാമാണെന്ന് പറഞ്ഞ സംഗതികൾ ഹലാലാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ വൈബാഹത്ത് ഇൻതിസാജി റിജാലി ബിൻ നിസ്വാനി, ആണും പെണ്ണും കൂടിക്കലരിലെ അനുവദനീയമാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അൽ അജാനിബി ഫഖദ് കഫറ, കാഫറായി എന്നാ. അപ്പൊ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനിയനും ഒന്നിച്ച് താമസിക്കുന്നു, രണ്ടുപേരുടെയും ഭാര്യമാരുണ്ട്. ചിലപ്പോൾ ജ്യേഷ്ഠന്റെ ഭാര്യ വിരുന്നു പോവും, അതേപോലെ അനിയൻ വീട്ടിൽ വരുമ്പോൾ ജ്യേഷ്ഠൻ ഉണ്ടാവില്ല. അപ്പൊ അനിയനും ജ്യേഷ്ഠന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഓളം ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലെ സംവിധാനം പറ്റി പറയുന്നത് നമുക്ക് അല്ല പറഞ്ഞു കണ്ടതാത്രം. ഈ കുഫറായി എഴുതി വിട്ടിരിക്കുന്ന ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ വലിയ നേട്ടമായി കൊണ്ട് ഓർമ്മയുള്ള തീരത്തിൽ എഴുതി വെക്കുന്ന ഈ കുഫറാണ്. ഇമാമിങ്ങൾ കുഫറാണെന്ന് പറഞ്ഞ സംഗതിയാണ്. എത്ര വലിയ അപകടമാണിത്, എത്ര വലിയ അപകടം! നമ്മൾ പരിശോധിക്കണം. അദ്ദേഹം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ കാഫറായി. ആരെങ്കിലും ഹലാലാണെന്ന് വാദിച്ചാൽ കാഫറായി. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവനെ പിടിച്ച് കൊലപ്പെടുത്തണമെന്നാ പറഞ്ഞത്. നിസ്സാര ഇതൊക്കെ ഇമാമിങ്ങൾ നമ്മളെ പോലെ തൊള്ളവടായി പറയുന്ന ആൾക്കാരല്ല. ഒരു കിതാബ് എഴുതി വെച്ച് കാലങ്ങൾ സഞ്ചരിച്ച് നമ്മളിലേക്ക് 900 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കിതാബാണിത്. 900 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കിതാബ്. ഈ കാലഘട്ടം മുഴുവൻ ഇത് സഞ്ചരിച്ച് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കിതാബിന് ജനങ്ങൾ കൊടുത്ത മഹത്വവും ആദരവാണ് നമ്മളിലേക്ക് എത്തിയത്. അത് പ്രിന്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ കിതാബിനെ ബഹുമാനിച്ചത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഇമാമിങ്ങൾ ആ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫറായി പോയി. അവൻ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ പിടിച്ചിട്ട് അവന്റെ തല വെട്ടണമെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? വൈനി ഹരീമാവും. ഇനി ഓൻ പറയാൻ ഇത് ഹറാമാണ്.
ആണും പെണ്ണും കൂടി കെട്ടാൻ പാടില്ല, ഒരുവൻ അവൻ്റെ സഹോദരൻ്റെ ഭാര്യയുമായി വീട്ടിൽ ഒറ്റയ്ക്കാവാൻ പാടില്ല, അല്ലെങ്കിൽ അവളെ നോക്കാൻ പാടില്ല. ഒറ്റയ്ക്കാവാന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു പ്രൊഫൈലാവുക, അതൊക്കെ പാടില്ല. അപ്പോൾ ഫയൽ വന്നിട്ട് ചെയ്തു, അക്കറ ചെയ്യാൻ അനുവദിച്ചു കൊടുത്തു. റദിയബി, അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. ഹറാമാണെന്നാണ് വിശ്വാസം, എങ്കിലോ ഫഖദ് ഫസഖ, അവൻ ഫാസിഖായി എന്നാണ്. അവൻ ഫാസിഖായി. ലാ യുസ്മഉ ലഹു ഖൗലുൻ വലാ തുഖ്ബലു ലഹു ഷഹാദത്തുൻ, അവന്റെ സംസാരം കേൾക്കാൻ പാടില്ല, അവന്റെ ഷഹാദത്ത് സ്വീകരിക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ ഈ സംഗതിയെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വലിയ നേട്ടമായിക്കൊണ്ട് ഒരു കിതാബിൽ എഴുതിയിരിക്കുന്നത്. ഇത് എത്ര വലിയ അപകടമാണ്.